ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ആ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മലേഷ്യയിലുള്ള ടൈമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4-5 വർഷത്തോളമായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിൽ, ഇപ്പോൾ അന്നത്തെക്കാട്ടിലും ഫുൾ ചേഞ്ചായി, കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് എൻ്റെ മേക്കപ്പ് ബാഗിലുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ജസ്റ്റ് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. കാരണം എന്നെപ്പോലെ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതാ. അപ്പം മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് എന്തിൽ നിന്ന് തുടങ്ങാം? അപ്പോൾ ഇതാ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഇതിൽ ആകെ ഒരു 3-4 ടൈപ്പ് ബ്രഷാണുള്ളത്. ഇതാ ഇങ്ങനെ കാണണ്ട. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്പോഞ്ചാണ് യൂസ് ചെയ്യാറ്. ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇത് ഞാനിവിടെ തായ്ലാൻഡിൽ വന്നപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. ഇത് പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. നമുക്ക് ആ ഒരു നാച്ചുറൽ ഫിനിഷ് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഈ ഒരു ഹൈലൈറ്റർ. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. നല്ല കളറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന്. പിന്നെ ഇത് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ BB ക്രീമാണ് കേട്ടോ. ഇത് ഹൈഡ്രാ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള BB ക്രീമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ. അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ BB ക്രീം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനത്തെ ഇതിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു BB ക്രീം. ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക, കവറേജ് തരുന്ന SPF ഒക്കെ ഉള്ള SPF 25 ഒക്കെ ഉള്ള ഒരു BB ക്രീമാണ്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ആക്ച്വലി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഇതൊരു BB ക്രീമാണ്. ഇതിലും ആക്ച്വലി SPFും ഒക്കെ ഉള്ളു. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, 2-3 വട്ടമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്. പിന്നെ എൻ്റെ കയ്യിൽ നമ്മുടെ കോണ്ടോർ അതുപോലെ കൺസീലർ ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണുള്ളത് കേട്ടോ. കോണ്ടോറും കൺസീലും ചെയ്യാൻ പറ്റുന്ന, രണ്ടും ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കാണ്. ഇതും ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ ലസാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഇരുന്ന് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതെന്തോ അങ്ങനെ ശിവാന കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അങ്ങനെ പ്രത്യേകിച്ച് മെയിനായിട്ടുള്ളൊരു ബ്രാൻഡൊന്നുമല്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ കയ്യിലൊരു 3-4 ടൈപ്പ് 2 ടൈപ്പ് മസ്കാര ഉണ്ട് കേട്ടോ. ഇതൊന്ന് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് റെവ്ലോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മസ്കാര. പിന്നെ ഇത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു മസ്കാര കണ്ടോ. ഇത് നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ 2 ടൈപ്പ് മസ്കാരാസ് ആണുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. ഇത് എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുറച്ചേ ഉള്ളൂ, അതിങ്ങനെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടില്ല. അപ്പം ഞാനിങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് അതിനെ തീർക്കുന്നുള്ളൂ. ഇത് 3-in-1 സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. റോസ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതാണ് ഒരു പ്രൊഡക്റ്റ്. പിന്നെ മെയിനായിട്ട് ഫൗണ്ടേഷൻ. ഇതും എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് KMA എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷനാണ്. നല്ല അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല നാച്ചുറൽ ഫിനിഷ് തരുന്ന, നല്ല പോലെ ബ്ലെൻഡ് ആവുന്ന, നമുക്ക് ആ ഒരു പുട്ടി അടിച്ച ഫീല് തരില്ല കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ അത്യാവശ്യം നല്ല കവറേജും ഉണ്ട്.
അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണിത്. ഇത് ഓയിൽ ഫ്രീ മീഡിയം കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 00 എന്ന് പറഞ്ഞിട്ടുള്ള പോർക്കിലായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എൻ്റെ. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇതാണ് എൻ്റെ കയ്യിൽ ആകെ ഉള്ളൊരു ഫൗണ്ടേഷൻ കേട്ടോ. ഞാനിപ്പോൾ അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൈമറാണ്. ഇത് സ്നൈൽ ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. ഇതിൽ SPF ഉണ്ട്. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിലാകെ പക്ഷെ കുറച്ചേ ഉള്ളൂ, കുറച്ചെടുത്ത് പിശുക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഈ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ ഈ പോസൊക്കെ ഭയങ്കര എന്താ പറയുക ക്ലിയറായിട്ട് നമുക്ക് മേക്കപ്പിന് നല്ലൊരു ഫിനിഷ് തരും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൈമറാണ് ഈ ഒരു സംഭവം. മില്ലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ഇത്, സ്നെയിൽ ബ്രൈറ്റ് എന്ന് പറയുന്ന പ്രൈമർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് വേറൊരു BB ക്രീമാണ് കേട്ടോ. ഇതും ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബ്ലൂ ഹെവൻ്റെ ആണ്. പക്ഷേ ഇതെനിക്ക് അത്ര അങ്ങോട്ട് എന്താ പറയുക ഇഷ്ടമായില്ല. ഇതെനിക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുക ആ ഒരു ഫിനിഷ് ഫുള്ളായിട്ടുള്ളൊരു ഫിനിഷ് കിട്ടാത്തതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിലും SPF ഒക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ ഈ ഒരു പ്രൈമർ. അതായത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് 2 ടൈപ്പ് എന്താ പറയുക ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ഇത് ഏറ്റവും എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഐ ഷാഡോ പാലറ്റുകളാണ്. രണ്ടിലും ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇത് റെവല്യൂഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഈ 2 എണ്ണം കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇതിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2 പാലറ്റ് ഐ ഷാഡോ പാലറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി അത്ര സംഭവങ്ങളൊന്നുമില്ല. ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഗ്ലോ മീ ക്യൂഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഫൗണ്ടേഷനാണ്. ഇത് കണ്ടോ, എന്താ പറയുക ഒരു ഗ്ലോവി നമുക്ക് നല്ലൊരു ഗ്ലാസ് സ്കിൻ ഫിനിഷ് തരുന്ന നല്ല ഒരു എന്താ പറയുക എല്ലാ കവറേജും തരുന്ന, നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കവർ ചെയ്യും കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത മിററാണ്. ഇതൊരു ബ്ലെൻഡറാണ്. ഇവിടെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അടിപൊളിയാണ് കണ്ടോ ഇത്. അപ്പോൾ ഇത് എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. ഇത് നമ്മുടെ എൻവൈബിയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ല അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ്. നമ്മൾ ആ ഒരു ഡ്യൂവി ഫിനിഷ് തരുന്ന സ്പ്രേ ആണ് കേട്ടോ. നമുക്കൊരു എന്താ പറയുക ഗ്ലാസ് സ്കിൻ ഫിനിഷൊക്കെ വേണം, നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് നല്ല ഗ്ലോ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ് സ്പ്രേ അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. നല്ല വർത്താണ് കേട്ടോ അത്. പിന്നെ എൻ്റെ കയ്യിലൊരു പൊട്ടുണ്ട്, കുഞ്ഞു ഞാനിപ്പോൾ വെച്ചിട്ടുള്ള പൊട്ടുണ്ടല്ലോ, അതുപോലത്തെ കുഞ്ഞു കുറച്ച് പൊട്ടുണ്ട്. ഈ പൊട്ട് മാത്രം കേട്ടോ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല. ഡെയിലി യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ പൊട്ടാണ്. ഇതെനിക്ക് ഇങ്ങനത്തെ കുഞ്ഞ് ബ്ലാക്ക് പൊട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് എന്തൊക്കെയാണ്, നമ്മുടെ ലിപ്സ്റ്റിക്ക് ഒടിയോ. ഇത് വന്നിട്ട് നമ്മുടെ മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മെബിലിൻ ന്യൂയോർക്കിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ നാട്ടിലും വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്, ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ എൻ്റെ സ്കിൻ ടോണിനൊക്കെ ചേരുന്ന, ഞാൻ അധികം ന്യൂഡായിട്ടുള്ള ഷെയ്ഡ് ചൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെയാണ്. പിന്നെ ഇത് ഞാൻ സുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതും നല്ല അടിപൊളി കളർ തന്നെയാണ്. ഇത് നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മെബിലിൻ്റെ തന്നെ വേറൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും എൻ്റെ കളറിന് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഇട്ട് കഴിഞ്ഞ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ക്ലെൻസർ, അതായത് മിസല്ലാർ വാട്ടർ ഇട്ട് കഴുകിയാലും ഈ സംഭവം പോവില്ല. ഭയങ്കരമായിട്ട് നമ്മുടെ ലിപ്പിലിങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. എന്നാലും ഷെയ്ഡ് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 3 ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ലിപ് ബാമുണ്ട്, അതുപോലെ ലിപ് ടിൻറ്റും ഉണ്ട് കേട്ടോ. ടിൻറ്റല്ല,
ആക്ച്വലി ഇത് ഒരു എന്താ പറയുക ടിൻറ്റാണ്, വാട്ടർ ടിൻറ്റാണ് കേട്ടോ. അതായത് നല്ല അടിപൊളിയാണ്. ഹലോ, ഇത് കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തതാണ്. വൈറ്റമിൻ സി വാട്ടർ ടിൻറ്റാണ്. പിന്നെ ഇതും ആക്ച്വലി ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനത്തെ നല്ല അടിപൊളി ഡപ്പൊക്കെയാണ്. ഇങ്ങനെ ഇതും ഒരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഫിനിഷ് തോന്നില്ല. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ എന്നിലുള്ളത് ലിപ് ബാമുകളാണ് കേട്ടോ. ഇത് ആക്ച്വലി ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഈ ഒരു ലിപ് ബാമാണ്. ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല വാട്ടർ മെലൻ്റെ ഒരു മണമാണ്, നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസിങ് തരുന്നുണ്ട്. നല്ല ടിൻറ്റാണ് കേട്ടോ, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ് അത്. പിന്നെ നെക്സ്റ്റ് ഉള്ളൊരു ലിപ് ബാമാണ് ഇതും സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. ഇത് ലിപ് പെറ്റ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ, ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതാ, ഇതാണ് നമ്മുടെ ലിപ് ബാം. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ലിച്ചിയുടെ ഒക്കെ ഒരു മണമാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ലിപ് ബാമാണ്. നല്ലതായിട്ട് നമ്മുടെ ലിപ്പ് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും കേട്ടോ കുറേ ടൈമിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ലിപ്പിന് അങ്ങനെ ആ ഡ്രൈനെസ് വരുന്നില്ല. അപ്പോൾ അതാണ് അടുത്ത ലിപ് ബാം. പിന്നെ ഉള്ളത് സ്റ്റുഡിയോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് അത്ര ഒരു ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ഐലൈനറാണ് കേട്ടോ. ഐലൈനറിൽ തന്നെ ഒരു 3 ടൈപ്പ് ഉണ്ട്. ഇത് നമ്മൾ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ഐലൈനറാണ്. ഇത് നല്ല ഐലൈനറാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക ഒരു ഗ്ലിറ്ററി ഫിനിഷ് തരുന്ന ഒരു ഐലൈനറാണ്. പിന്നെ ഇത് നമ്മുടെ പേരൊക്കെ പോയി തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഏത് ബ്രാൻഡാണെന്നൊന്നും അറിയുന്നില്ലല്ലോ. ഇതിൻ്റെ ബ്രാൻഡൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല അടിപൊളിയാണ്. ഞാൻ ഈ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐലൈനറാണ് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡൊക്കെ മാഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഇതും നല്ലതാണ്. പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, റെവല്യൂഷൻ്റെ ആണ് കേട്ടോ. നല്ല അടിപൊളി, കാണാൻ നല്ല രസമാണ്. ഒരു പെൻ ടൈപ്പാണ്. ഇവിടെയാണ് കേട്ടോ അതിൻ്റെ ഓപ്പണിങ്. ഇതുണ്ടോ, ഇങ്ങനത്തെ ഷാർപ്പ് പോയിൻ്റ് ആയിട്ടുള്ള പെന്നാണ് കേട്ടോ. ഐലൈനറാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഐലൈനർ കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്തുള്ളത് കാജൽ മീൻസ് കാജൽ യാ, അതായത് കാജൽ ഇങ്ങനത്തെ പെൻസിലാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതും റെവല്യൂഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ആക്ച്വലി പുറത്തൊക്കെ പോകുമ്പോൾ മുകളിൽ മാത്രമാണ് എഴുതുന്നത്. അതായത് ഐലൈനർ വെച്ചിട്ട് മുകളിൽ മാത്രമാണ്, താഴെ എഴുതാറില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് കേട്ടോ താഴെ കണ്ടെഴുതുള്ളൂ. അങ്ങനെ. പിന്നെ ഇനിയുള്ളത് കുറച്ച് കുഞ്ഞു ഐറ്റംസ്. ഇത് എൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ബ്ലൂ ഹെവൻ്റെ ആണ്. ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. ബ്ലാക്ക്. ഇങ്ങനെ എനിക്ക് ഐബ്രോസ് വളരെ കട്ടി കുറഞ്ഞതായതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണം. സൈഡിൽ ഇങ്ങനെ ബ്രഷ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഐബ്രോ പെൻസിൽ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ, തായ്ലൻഡിൽ നിന്ന്. നല്ല അടിപൊളിയാണ്. നമുക്ക് നാച്ചുറൽ ഫിനിഷ് തരുന്ന, നന്നായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് വെച്ചിട്ട് ഞാനൊരു ദിവസം ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു ട്യൂട്ടോറിയൽ പോലെ. നല്ല അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബ്രഷ് വരുന്നുണ്ട് ഇതിന്. അതുപോലെ ക്യാപ്പ് ഉണ്ട്. ഇതാണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നല്ല ഈ ഒരു ഷാർപ്പ് പോയിൻ്റഡ് അല്ല കേട്ടോ, ഷാർപ്പ് പോയിൻ്റ് അല്ല, ഒരു പരന്ന ടൈപ്പാണ്. പക്ഷേ എഴുതാൻ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇത് വന്നിട്ട് എന്താ പറയുക ഓബ്യൂസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ്. ഇത് നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമാണ്. വില കുറവാണ്, അധികം വിലയില്ല, പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഈ ഒരു ഇത് ഒരു ബ്രൗൺ കളറ് ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഒരു ലിപ്പ്
ലൈനറാണ് കേട്ടോ. ഇത് മൈഗ്ലാമിൻ്റെ ആണ്. ഇത് ആക്ച്വലി ഞാൻ കുറേ കാലമായി വാങ്ങിച്ചിട്ട്, ഞങ്ങൾ കൊച്ചിയിലുള്ള സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതും നല്ല അടിപൊളി ലിപ്പ് ലൈനറാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു സിന്ദൂരുണ്ട് കേട്ടോ, ഒരു കുഞ്ഞി ലിക്വിഡ് സിന്ദൂരാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എൻ്റെ മേക്കപ്പ് ബാഗിലുള്ളത് കേട്ടോ. മിനിമലായിട്ടുള്ള മേക്കപ്പ് ഐറ്റംസാണ്, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന മേക്കപ്പ് ഐറ്റംസാണ് ഉള്ളത്. അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നുമില്ല, ഉള്ളത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളത് താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ.